ഇനി നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നത് ബംഗാളിലേക്കാണ്. അവിടെ തൃണമൂൽ MP കല്യാൺ ബാനർജിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ ബംഗാൾ രാജ്ഭവനിൽ പരിശോധന നടത്താൻ സംസ്ഥാന ദേശീയ ഏജൻസികൾ രാജ്ഭവനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നുവെന്ന തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജിയുടെ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ആരോപണം തെളിയിച്ചില്ല എങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. ഗവർണർ CV ആനന്ദബോസ് കേരള സന്ദർശനം ഒഴിവാക്കി ബംഗാളിൽ ഇപ്പോൾ തുടരുകയാണ്. രാഗേഷ് ഉണ്ട്. രാഗേഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഏജൻസികൾ വന്ന് പരിശോധിക്കട്ടെ, അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ നിയമ നടപടി നേരിടേണ്ടതായി വരും എന്ന് ഗവർണർ തന്നെ പറഞ്ഞ പശ്ചാത്തലം. ഇപ്പോൾ ഏതൊക്കെ ഏജൻസികളാണ് പരിശോധന തുടരുന്നത്? അഭിലാഷ്, കല്യാൺ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. പക്ഷേ കല്യാൺ ബാനർജി നടത്തിയ പരാമർശങ്ങൾ അത് വിവാദമായിരുന്നു. സാധാരണഗതിയിൽ ബംഗാളിൽ നേരത്തെയും ഗവർണർമാർക്കെതിരെയൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മമതാ ബാനർജിയൊക്കെ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് രാജ്ഭവനിൽ BJP പ്രവർത്തകർക്ക്, BJPയുടെ ക്രിമിനലുകൾക്ക് അഭയം നൽകുന്നു, അവർക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നു, തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു തുടങ്ങിയ പരാമർശങ്ങൾ കല്യാൺ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ പരാമർശത്തിന് ഇടയായത് SIRനെ എന്തുകൊണ്ട് SIR നടപ്പാക്കണം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കപ്പെടണം എന്ന പരാമർശം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് കല്യാൺ ബാനർജി ഇത്തരം ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറുപടിയുമായി ഇന്നലെ ഗവർണർ തന്നെ രംഗത്ത് വന്നിരുന്നു. CV ആനന്ദബോസ് തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, തൃണമൂൽ കോൺഗ്രസിനെ പരിശോധിക്കാം, മാധ്യമപ്രവർത്തകർക്ക് രാജ്ഭവൻ പരിശോധിക്കാം, രാജ്ഭവന്റെ ഗേറ്റുകൾ തുറന്നു വെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ തെളിവുകൾ കണ്ടെത്തണം, അല്ലാത്ത പക്ഷം മാപ്പ് പറയണം, നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു നീക്കം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ അന്വേഷണത്തിന് വരുന്നു, പരിശോധനയ്ക്കായി എത്തുന്നു എന്ന് പറയുന്നത്. കാരണം കല്യാൺ ബാനർജിയുടെ പരാമർശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ഗവർണർ രംഗത്ത് വന്നതാണ്. മാത്രവുമല്ല, നിയമ നടപടിയെക്കുറിച്ചും ഇപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. കാരണം ഗവർണർ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരമൊരു പരാമർശം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ CV ആനന്ദബോസ് കടക്കുകയാണ്. ലോക്സഭ സ്പീക്കർക്ക് ഇതിനോടകം തന്നെ കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് രാഗേഷ് നൽകിയത്.